ഞാനും അമ്മയും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് പുറത്തുനിന്ന് വന്നേ ഉള്ളൂ. അപ്പം തന്നെ അമ്മ അടുക്കളയിൽ കയറി എന്തോ ഉണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ അന്നില്ല ഞാൻ ഉണ്ടാക്കാമെന്ന്. കുക്കിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഇവിടെ പുതിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്, അത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതാണ് സംഭവം, അതായത് ഒരു ചോപ്പർ. ഇതേ ആളെ തന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ നല്ല ഇഷ്ടമായി, അതുകൊണ്ട് ഇവിടേക്ക് ഒന്നുകൂടെ വാങ്ങിയതാണ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ കുറച്ച് നേരമൊക്കെ അതൊക്കെ ഇങ്ങനെ കറക്കി കളിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ടെക്നോളജി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയായിരുന്നു, വെറുതെ ഇങ്ങനെ കറക്കിയാൽ പോരാ, അതിനുള്ളിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നോക്കണം, എന്നാലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചയക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി ആദ്യം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി അരിയുമ്പോഴാണല്ലോ നമുക്ക് ഈ കണ്ണിന്ന് വെള്ളമൊക്കെ വരുന്നത്. അപ്പോൾ അത് നല്ലൊരു സൊല്യൂഷനാണിത്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കറക്കി, പിന്നെ അമ്മയ്ക്ക് കറക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ചെയ്ത അബദ്ധം എന്താ വെച്ചാൽ, അത് തുറക്കുമ്പോൾ നേരെ കണ്ണും കാണിച്ച് നിന്നു. അങ്ങനെ എൻ്റെ കണ്ണിലേക്ക് അതിൻ്റെ നീരൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദോഷം പറയരുതല്ലോ, ഉള്ളി നന്നായിട്ട് തന്നെ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൈപ്പയ്ക്കും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി കൈപ്പയ്ക്കയുടെ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് കൈപ്പയ്ക്കയുടെ എന്തുണ്ടാക്കിയാലും, ഇനി കൈപ്പയ്ക്ക വീട്ടിൽ വാങ്ങിയാലടക്കം അമ്മ എടുത്ത് ഞാൻ നല്ല അടി ഉണ്ടാക്കുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ കൈപ്പുള്ളൊരു സാധനം മനുഷ്യന്മാർ കഴിക്കുന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ എനിക്ക് കൈപ്പയ്ക്കുപ്പേരി കഴിച്ചാൽ കൊള്ളായിരുന്നു, അങ്ങനെ ക്രേവിങ്സ് ഒക്കെ തോന്നാറുണ്ട്. എന്തായാലും ആൾക്കാർ മാറുന്ന ഓരോ മാറ്റങ്ങളെ. അങ്ങനെ രണ്ടും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചന്തത്തിന് മുറിച്ചെടുത്താൽ പോരല്ലോ, ഞാൻ വേഗം പോയി ഉപ്പേരി ഉണ്ടാക്കട്ടെ. ബൈ.